എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് അഥവാ ദശാംശവും ഭിന്നവും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഫ്രാക്ഷനിലുള്ള ഒരു അളവ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ഭിന്നസംഖ്യ രൂപത്തിലുള്ള ഒരു അളവിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ദശാംശ രൂപം അല്ലെ ഡെസിമൽ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ എങ്ങനെയാണ് മാറ്റുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയപ്പോൾ നമുക്ക് ഒരളവ് 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ അതായത് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് എങ്ങനെയാണ് മാറ്റാമെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ 4 മീറ്റർ ഉണ്ട്, 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 മീറ്റർ 4 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 4 മീറ്റർ 4 4, പിന്നെ നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ ആണുള്ളത് അല്ലേ. 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നാം എന്താ ചെയ്യുക? 100 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് നാം എന്ത് ചെയ്യും? ഈ 3നെ 100 കൊണ്ട് ഹരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 4/3/100 മീറ്ററിന് കിട്ടി. അപ്പോൾ 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ നാം എന്തെഴുതി? 4/3/100 മീറ്റർ എന്ന് എഴുതി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചത്? ഇതിനെ നമുക്ക് ദശാംശ രൂപം അതായത് ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം അല്ലേ. എങ്ങനെ മാറ്റാം? 4. അപ്പോൾ 4 അതേപോലെ എഴുതി. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? 3/100 3നെ 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 100 കൊണ്ട് ഹരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തു? ഇവിടെ 100ൽ 2 സീറോകളാണുള്ളത് അല്ലേ, 2 പൂജ്യമാണുള്ളത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് അല്ലെ 2 സ്ഥാനം മാറ്റിയിട്ട് നാം ഇടത്തോക്ക് മാറ്റിയിട്ട് അവിടെ പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 3. അപ്പോൾ ഇവിടെ 3 ഉള്ളോ ഒരു സ്ഥാനമുള്ളൂ അല്ലേ, ഒരു ഡിജിറ്റ് ഉള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കണം അല്ലേ, 0 ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പുറത്ത് പോയിന്റ് ഇടണം. 2 പൂജ്യം ഉള്ളത് കൊണ്ട് നമ്മൾ 1 2 അപ്പോൾ ഒരു 0 ചേർത്തിട്ട് വേണം ഇവിടെ പോയിന്റ് ഇടാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4.03 എന്ന് കിട്ടി. അതായത് 3/100 നാം എന്താക്കി എഴുതി? ഈ 3/100 നമ്മൾ 0.03 എന്നാക്കി മാറ്റി അല്ലേ. അപ്പോൾ അത്രയും മീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഈ അളവിനെ നാം എന്ത് ചെയ്തു? ഇങ്ങനെ ദശാംശ രൂപത്തിലേക്ക് അഥവാ ഡെസിമൽ രൂപത്തിലേക്ക് നാം മാറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ 4 അതേപോലെ നമ്മൾ എഴുതി അല്ലേ, 4ന് ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ 3/100 നാം പോയിന്റ് ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 3/100 ഈ 3/100 നാം എങ്ങനെ മാറ്റി എഴുതി? 0.03 എന്ന് മാറ്റി എഴുതി അല്ലേ. അപ്പൊ ഇതിനെയാണ് നാം ഇങ്ങനെ 0.03 എന്ന് മാറ്റി എഴുതിയത് അല്ലേ. ഇനി നമുക്ക് ഈ 0.03 തന്നിട്ടുണ്ട്, നമുക്ക് 0.03 0.03 തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതണം. അതായത് എന്താണ്? ഇത് ഒരു ദശാംശം അല്ലേ, ഇത് ഒരു ഡെസിമൽ നമ്പർ ആണ്. അതിനെ നമുക്ക് ഇതിലേക്ക് ഫ്രാക്ഷനിലേക്ക് നമുക്ക് മാറ്റി എഴുതണം, അതായത് ഭിന്നസംഖ്യയിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നോക്കിയാൽ 3/100 നാം 0.03 എന്ന് എഴുതിയല്ലേ. അതായത് ഇവിടെ 2 പൂജ്യമാണ്, അതുകൊണ്ട് നാം എന്ത് ചെയ്തു? ഇവിടെ 2 സ്ഥാനം അല്ലെ 2 ഡിജിറ്റ് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അതുകൊണ്ട് നമ്മൾ 2 ഡിജിറ്റ് ഒരു 0 ചേർത്ത് പോയിന്റ് ഇട്ടു. അപ്പോൾ തിരിച്ച് നമുക്ക് 0.03യെ ഈ രൂപത്തിൽ ഇടണമെങ്കിൽ നാം എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നാം നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റ് കഴിഞ്ഞല്ലേ, പോയിന്റ് നമ്മൾ തൽക്കാലം നമ്മൾ മറക്കാം, പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 0.3 എന്ന് വന്നു അല്ലേ, 0.3 എന്ന് വന്നു. ഇനി ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കിയാൽ എത്ര സ്ഥാനമുണ്ട്? 1 2 അല്ലേ, 1 2 സ്ഥാനമുണ്ട് അല്ലേ, 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് അതായത് 100 2 0 ഇതിനുള്ളത് 100ന് അല്ലേ. അപ്പോൾ നാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണ് ഉള്ളത് അത് നോക്കാം, അത് നോക്കിയിട്ട് അത്രയും 0. അപ്പോൾ ഇവിടെ 2 വന്നപ്പോൾ 100 അല്ലേ, 100നാണ് 2 സീറോകൾ ഉള്ളത്. അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി? 0.03/100. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ. അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ 0.3/100 തന്നു, ഇവിടെ 3/100 മാത്രമേ ഉള്ളൂ, അതങ്ങനെ ശരിയാവാന്ന് തോന്നുന്നു അല്ലേ. നമുക്കറിയാം ഒരു സംഖ്യയുടെ മുന്നിൽ 0 വന്നു കഴിഞ്ഞാൽ ആ 0ന് വിലയില്ല അല്ലേ. ഇപ്പം നമ്മൾ 4 എന്ന് പറഞ്ഞാലും 0.4 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 0 ഇട്ടാലും എന്താണ്? 0ക്ക് വാല്യൂ ഇല്ല. അതേസമയം ഇപ്പുറത്താണെങ്കിലോ ഇപ്പം 40 അല്ലേ, 40 4 ഈക്വൽ അല്ല. കാരണം എന്താണ്? ഇപ്പുറത്ത് 0 വന്നതിന് വാല്യൂ ഉണ്ട്, അതേസമയം ഇതിൻ്റെ മുമ്പിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് എഴുതാൻ പറ്റും? 0.3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ് അല്ലേ. അപ്പോൾ 3/100.
മനസ്സിലായല്ലോ. അപ്പൊ നാം എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു ദശാംശ സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ നാം എന്ത് വേണം? ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളാണ് ഉള്ളതാണെന്ന് നോക്കാം. ആ ഡിജിറ്റുകൾക്കനുസരിച്ച് നാം എന്ത് ചെയ്യണം? 100 കൊണ്ടോ 10 കൊണ്ടോ 1000 കൊണ്ടോ. ഇപ്പൊ 3 പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 3 ഡിജിറ്റ് ആണെങ്കിൽ 3 പൂജ്യം അല്ലേ? 3 പൂജ്യം എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഒരു ഡിജിറ്റ് ഉള്ളെങ്കിലോ 0.4 ആയിരുന്നു. അപ്പം അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റേണ്ടി വരും? നാം പോയിന്റ് കളിച്ച് ആദ്യം പോയിന്റ് മാറ്റിയിട്ട് എഴുതി 4 എന്ന് എഴുതി അല്ലേ? പിന്നെ ഇവിടെ നോക്കിയാൽ പോയിന്റ് എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളുണ്ട്? ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നാം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4/10. അപ്പോൾ 0.4 നമുക്ക് 4/10 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2-3 കൂടി ഇതുപോലത്തുള്ള ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി നോക്കിയാൽ മറ്റൊരു ഉദാഹരണം 7.3. ഓക്കെ, ഇതിനെ നമുക്ക് ഏത് ഫോമിലേക്ക് മാറ്റണം? ഫ്രാക്ഷനായി മാറ്റണം. എങ്ങനെ മാറ്റാം? നമ്മൾ പറഞ്ഞു എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? എന്താണ്? നാം തൽക്കാലം ഈ പോയിന്റിനെ ഒഴിവാക്കാം. പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക. പോയിന്റ് ഇല്ലെങ്കിൽ ബാക്കി സംഖ്യ എത്രയാണ്? 73 എന്നായി അല്ലേ? 73. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫ്രാക്ഷൻ ആക്കാണ്, ഭിന്നസംഖ്യ ആക്കണം. അതുകൊണ്ട് ഉടനടി ഒരു ബൈ കൊടുത്തു അല്ലേ? ഇനി എന്ത് വേണം? ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കാം. എത്ര സ്ഥാനമുണ്ട്? 1 അല്ലേ? ഒരൊക്കല്ലേ ഉള്ളൂ, 1. അപ്പോൾ നാം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ഒരു പൂജ്യം, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7.3നെ 73.10. അപ്പോൾ ഇവിടെ 7.3 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് പറയാം? 73/10 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി 7.31 ഇത്രയും മീറ്റർ ആണ്. ഇതിനെ നാം എങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും? നാം എന്ത് വേണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 731 അല്ലേ? ബൈ ഇനി എന്ത് വേണം? ഇവിടെ എത്ര ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2. അപ്പൊ എത്ര പൂജ്യം വേണം? 2 പൂജ്യം അല്ലേ? അതായത് 100. അപ്പൊ 7.31 മീറ്ററിനെ 731/100 മീറ്റർ ഇങ്ങനെ മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഈസി അല്ലേ ഇത്? അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. നന്നായിട്ട് പഠിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒക്കെ മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി നോക്കിയാൽ 7.319 ഇത്രയും ലിറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റാം? പോയിന്റ് മാറ്റി വെക്കാം അല്ല? പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 7319 ബൈ ഇവിടെ നോക്കിയാൽ 1, 2, 3 ഡിജിറ്റുകളുണ്ട് അല്ലേ? അപ്പം എന്ത് വേണം? എത്ര പൂജ്യം വേണം? 3 പൂജ്യം അല്ലേ? 3 പൂജ്യം എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ നമുക്കിതിനെ ഇത്രയും ലിറ്റർ. ഇനി ഈ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ 12.03 ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും? ഭിന്നസംഖ്യ ആക്കാൻ പറ്റും? 12.03 അല്ലേ? 1203 എഴുതി നമ്മൾ ബൈ ഇനി എന്ത് വേണം? 1, 2 അല്ലേ? 2 സ്ഥാനാണ്, അത് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് വേണം? 2 ഡിജിറ്റ് 2 0 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റി. എളുപ്പമായി തോന്നണില്ലേ? 1.203 ഇതിനെ എങ്ങനെ മാറ്റാം? ഡിജിറ്റ് മാറ്റാം അല്ലേ? ഈ പോയിന്റ് കളയാം. അപ്പം എന്ത് വരും? 1203 ബൈ 1, 2, 3 പൂജ്യം വേണം അല്ലേ? അതായത് ബൈ 1000. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 74 74 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് വേഗം ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് നമ്പർ 74 ആദ്യത്തെ ചോദ്യം അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ ഡെസിമൽ ഫോമിലുള്ള കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. നാം എന്ത് ചെയ്യണം? ഇതിനെ ഫ്രാക്ഷൻ ആക്കി, അതായത് ഭിന്നസംഖ്യയാക്കി മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 10 അല്ലെങ്കിൽ 100, 1000 അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തല്ലോ അതേ രൂപത്തിലുള്ള ചോദ്യം തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആദ്യത്തെ നമുക്ക് 3.7 ഇതിന് നാം എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം അല്ലേ? അതായത് ഭിന്നസംഖ്യയാക്കി മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ പോയിന്റിനെ തൽക്കാലം നമ്മൾ മാറ്റി നിർത്താം. ആ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ ഇപ്പം എന്തായി? സംഖ്യ എന്തായി? 37 ആയി അല്ലേ? അപ്പോൾ നമ്മൾ 37 എഴുതി ബൈ ഇനി എന്ത് വേണം? ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കാം. പോയിന്റ് കഴിഞ്ഞാൽ നോക്കിയാൽ 1 ഡിജിറ്റ് അല്ലേ? 1 ഡിജിറ്റ്, അതായത് ഒരു സംഖ്യ, ഒരു അക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതുകൊണ്ട് ഹരിക്കേണ്ടി വരും? 1 0 ഉള്ളത് അല്ലേ? 1 0 എന്താണ്? 10. അപ്പോൾ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 37/10 ഇതാണ് 3.7. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ
ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വേറൊരു വ്യത്യാസവും ഇല്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം 0 പോയിന്റ് നമുക്ക് മാറ്റി നിർത്താം. ബാക്കി എന്തൊന്നു? 307 അല്ലേ, അതായത് 307. അപ്പോൾ നമുക്ക് 307 എഴുതി ബൈ. ഇനി നോക്കിയേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 അല്ലേ. അപ്പോൾ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എത്ര സീറോ വേണ്ടി വരും? 2 സീറോ അല്ലേ. അപ്പോൾ 2 സീറോ എന്ന് പറഞ്ഞാൽ 100 അല്ലേ. 100 അല്ലേ 2 സീറോ. അപ്പോൾ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 307/100. ഇനി അടുത്തൊന്ന് നോക്കിയേ, 30.7 അല്ലേ. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരെ ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ മാർക്ക് കിട്ടും അല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഇനി 30.7 എങ്ങനെ ചെയ്യാം? പോയിന്റ് ഇല്ല, അപ്പം എന്ത് വരും? 307 ബൈ. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളോ, ഒന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ഒരു 0, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയാൽ 3.72. ആദ്യം എന്ത് ചെയ്യാം? പോയിന്റിനെ മാറ്റാം. അപ്പം എന്ത് വരും? 372 ബൈ എത്ര പോയിന്റ് നോക്കിയാൽ 1 2 അല്ലേ. 2 എന്ന് പറഞ്ഞാൽ 2 0, അതായത് 100. അപ്പോൾ 372/100. ഇനി നോക്കിയാൽ 37.2 അല്ലേ. ഇപ്പം നിങ്ങൾക്ക് വളരെ ഉഷാറായി അല്ലേ, പെട്ടെന്ന് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേഗം ചെയ്തോ. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടോ. 37.2 എന്ത് ചെയ്യണം? 37 അല്ലേ, പോയിന്റ് മാറ്റി. അപ്പോൾ 372 എഴുതി ബൈ. ഇവിടെ നോക്കിയാൽ പോയിന്റ് 1, അപ്പോൾ എത്ര വേണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്തതോ വേഗം ആയിക്കോട്ടെ. പോയിന്റ് കഴിഞ്ഞിട്ട് അല്ല, ആദ്യം നമ്മൾ പോയിന്റിനെ മാറ്റി. അപ്പോൾ എത്ര വരും? 3072 ബൈ. ഇവിടെ 1 2 3 അല്ലേ, 3 0 എന്ന് പറഞ്ഞാൽ 1000. ഓക്കെ. ഇനി അടുത്തത് നോക്കിയോ, ഇവിടെ പോയിന്റ് കളഞ്ഞു. അപ്പം എന്ത് വരും? 3072 അല്ലേ ബൈ. ഇവിടെ എത്ര ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 2 2 0, അതായത് 100. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് നാം ദശാംശ സംഖ്യ എന്താക്കി മാറ്റുന്നത്? ഭിന്നസംഖ്യയാക്കി മാറ്റുന്നത്. മനസ്സിലായില്ലേ? അതായത് ഡെസിമൽ നമ്പറിനെ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റുക. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. റൈറ്റ് ദി ഡെസിമൽ ഫോം ഓഫ് ദി ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഭിന്നസംഖ്യകളെ നാം എന്ത് ചെയ്യണം? അതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ഡെസിമൽ ഫോമിലേക്ക് നാം മാറ്റി എഴുതണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അതറിയാം. ഇവിടെ നോക്കിയേ, 51/10. അപ്പോൾ ഈ ഫ്രാക്ഷൻ നാം എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ഡെസിമൽ രൂപം, അതായത് ദശാംശ രൂപത്തിലേക്ക് നാം മാറ്റാൻ പോകും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണിത് അല്ലേ. അതായത് നോക്കിയേ, 51/10. അപ്പോൾ 51 നാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 10 കൊണ്ടാണ്. അവിടെ നമുക്കറിയാം ഒരു 0 ആണുള്ളത്. ഒരു 0 ആണെങ്കിൽ എന്ത് വേണം? ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം അല്ലേ, ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് ഇങ്ങോട്ട് പോയിന്റ് ഇടണം. അപ്പോൾ എവിടെ പോയിന്റ് വരും? ഇവിടെ 1 കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് വരും അല്ലേ. അപ്പോൾ 5.1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലേ. അപ്പോൾ 5.1. ഇനി ഇവിടെ നോക്കിയേ, 513/10. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നോക്കിയേ, 513നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 10 എത്ര 0 ഉണ്ട്? ഒരു 0 അല്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വേണം ഒരു സ്ഥാനം അല്ലെ, ഒരു ഡിജിറ്റ് മാറ്റി ഇവിടെ പോയിന്റ് വരണം. അപ്പോൾ എന്തോ ഇവിടെ പോയിന്റ് വരും അല്ലേ. 51.3. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. ഇനി ഇവിടെ 513/100. 513നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വേണം? നമ്മൾ 100ൽ എത്ര 0 ഉണ്ട്? 2 0 ആണുള്ളത് അല്ലേ. അപ്പോൾ 513 നാം ഇവിടെ എന്ത് വേണം? 2 സ്ഥാനം നീക്കി പോയിന്റ് വരണം, 2 ഡിജിറ്റ്. അപ്പോൾ 1 2. അപ്പോൾ ഇവിടെ വരും പോയിന്റ്, 5 കഴിഞ്ഞിട്ട് പോയിന്റ് വരും അല്ലേ. അപ്പോൾ 5.13. ഇനി ഇവിടെ നോക്കിയേ, 513/1000 അല്ലേ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 0. അപ്പോൾ ഇവിടെ എന്ത് വേണം? 1 2 3 അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരേണ്ടത്, 5ന്റെ ഇപ്പുറത്ത് അല്ലേ. അപ്പോൾ 0.513. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു സംഖ്യയുടെ മുന്നിൽ പോയിന്റ് കൊണ്ട് സാധാരണ നമ്മൾ ഒരു സംഖ്യ തുടങ്ങൂല. അതായത് ഇപ്പോൾ 0.513 അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഇതിൻ്റെ മുന്നിൽ ഒരു 0 ചേർക്കും. ആ 0ന് വാല്യൂ ഇല്ല, പക്ഷേ നാം അതിനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ എഴുതും, 0.513 എഴുതും. അതല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ കോട്ടും ഈ നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കള്ളിമുണ്ട് എടുത്ത പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊരു ഭംഗി കുറവല്ലേ. അതുപോലെ ഇവിടെ നാം എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നാം എന്ത് ചെയ്യും? അതിന് മുന്നിൽ ഒരു 0 ചേർക്കും.
മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ചേർക്കുകയാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 513/1000നെ 0.513 എന്ന് എഴുതും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, 5730/1000. ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്കറിയാം 3 0 ഉണ്ട് അല്ലേ? 3 0 ആണെങ്കിൽ 1 2 3. അപ്പോൾ ഇവിടെ പോയിന്റ് വരും അല്ലേ? ഇവിടെ 5 കഴിഞ്ഞിട്ട് പോയിന്റ് വരും. അപ്പോൾ 5.130. അപ്പോൾ ഇവിടെയും പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലേ, ഏറ്റവും വലത്തേ അറ്റത്ത് നമുക്ക് 0 വരികയാണെങ്കിൽ ആ 0ന് വാല്യൂ ഇല്ല. മനസ്സിലായില്ലേ? അതേസമയം ഇവിടെ പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പൊ 5130 ആണെങ്കിൽ ആ 0ന് വാല്യൂ ഉണ്ട് അല്ലേ? ഈ 0 ഇല്ലെങ്കിൽ എന്തായി മാറും? 513 മാറും അല്ലേ? അപ്പൊ രണ്ട് സംഖ്യകളാണ്. അതേസമയം ഇവിടെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പോയിന്റ് 13 എന്ന് പറയുന്നതും പോയിന്റ് 130 എന്ന് പറയുന്നതൊക്കെ എന്താണ്? സെയിം തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് ഈ 0ന് ഈ അവസാനം പോയിന്റ് കഴിഞ്ഞിട്ട് വലത്ത് അറ്റത്ത് വരുന്ന ഈ 0ക്ക് വാല്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 0 ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെ ഇട്ടാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? = 5.13 ഇത്ര ഇട്ടാൽ മതി. ഇനി നിങ്ങൾ ഇങ്ങനെ ഇട്ടുള്ള ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. അത് കൂട്ടലും കുറയ്ക്കലും അല്ലേ? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്കത് ഒരു ബോറാവും അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.